ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ യാഷ്. അപ്പോൾ യാഷിൻ്റെ പിറന്നാളോടനുബന്ധിച്ച് യാഷിൻ്റെ പുതിയ സിനിമ ടോക്സിക് എ ഫെയറി ടെയിൽ ഓഫ് ഗ്രോൺ അപ്സിൻ്റെ ഒരു ഇൻട്രൊഡ്യൂസിങ് റോക്കിംഗ് സ്റ്റാർ യാഷാസ് റായ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലിംസ് പരിപാടിയാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് ഗീതു മോഹൻദാസ് ആണ്. നിങ്ങൾക്കറിയാം മലയാളിയായ ഗീതു മോഹൻദാസിനെ. അപ്പോൾ മൂത്തോനൊക്കെ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ്. ആൻഡ് DOP ചെയ്തിരിക്കുന്നത് രാജീവ് രവിയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് രവി ബസ്രൂറാണ്. ഈ സിനിമയിൽ യാഷിനെ കൂടാതെ കിയാര അദ്വാനി, ഹുമ ഖുറൈഷി, നയൻതാര, റുക്മിണി വസന്ത്, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഉണ്ട്. ഈ സിനിമ റിലീസ് ചെയ്യുന്നത് മാർച്ച് മാസം 19-ാം തീയതിയാണ് 2026. ഐ ബിലീവ് ആ ഡേറ്റിലാണോ അതോ മാർച്ച് 26-ലാണോ ദുരന്തർ 2 റിലീസും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഓൾ ഇന്ത്യ ഒരു ക്ലാഷും കൂടെ ഉണ്ടാവും ടോക്സിക്കും തമ്മിൽ ആൻഡ് ദുരന്തരം തമ്മിൽ. അപ്പോൾ കേവിൻ പ്രൊഡക്ഷൻസ്, തളപതിയുടെ ജനനായകൻ പ്രൊഡക്ഷൻ ടീമായ കേവിൻ പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമയും പ്രൊഡക്ഷൻ ചെയ്യുന്നത്. കൂടാതെ യാഷും പ്രൊഡക്ഷനിലെത്തുന്നുണ്ട്. റിട്ടേൺ ചെയ്യുന്നതും ഗീതു മോഹൻദാസ് ആൻഡ് യാഷ് ആണ്. അപ്പോൾ യാഷ് ഒരു വലിയൊരു എന്താ പറയുക, ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സിനിമയിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് കൂടെ നമുക്ക് നോക്കാം. ബാ. Oh. The Father, and of the Son, and of the Holy Spirit. Rich quality, ഏട്ടാ. I want my son to have a peaceful burial. Do you think Gangster പടമാണോ? ചെറുക്കൻ കൊള്ളാം. I don't think so. Nobody's so insane. ആക്ച്വലി ഇത് ഇംഗ്ലീഷിലും അവർ റിലീസ് ചെയ്യുന്നുണ്ട്. പാൻ ഇന്ത്യയും കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിലും അവർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്ലിംസ് ഫുൾ ഇംഗ്ലീഷിലുമാണ് സംസാരിക്കുന്നത്. ഇതുവരെ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും. ഞാൻ ആ തുടക്കം തൊട്ടേ ആ ക്വാളിറ്റി, ആ റിച്ച് ഒരു ഫ്രെയിംസ്, ഒരു ഹോളിവുഡ് പടം കണ്ട ഫീലാണ്. അതായത് ഒരു മെക്സിക്കൻ ഗ്യാങ്സ്റ്റർ പടങ്ങളൊക്കെ കണ്ട ഫീല്. ചർച്ചിൻ്റെ അകത്ത് പിന്നെ എല്ലാവരും കറുത്ത കോട്ടും കാര്യങ്ങളും, ആ പച്ച പാൻ, ആ ലോങ് വൈഡ് ഷോട്ട്സ് ഒക്കെ പക്ക DOP ഒക്കെ പണി വെച്ചിട്ടുണ്ട്. കിട്ടില്ലനായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് നോക്കാം എന്താണ് യാഷിനെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നൊക്കെ നോക്കാം നമുക്ക്. ഇങ്ങനെ മലയാളിയാണ്. What's he doing? Hey! Get the fuck out! Hey! ഡബിൾ മീനിങ്. പടം ഇതിൽ ഏത് സർട്ടിഫിക്കറ്റ് കൊടുക്കും ഗൈസ്? UA കൊടുക്കും, A കൊടുക്കും? കൺഫേം A ആണ്. ഇത് A പടം തന്നെയാണ്, A സർട്ടിഫിക്കറ്റ് തന്നെയാണ് പടം. ഇതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. ഇതിൽ മാറ്റി കൊടുക്കാനൊന്നും ഇനി പറ്റാനും പോകുന്നില്ല. പിള്ളേരൊക്കെ കാണുന്നുണ്ടെങ്കിൽ മാറിക്കണം കേട്ടോ. സ്ട്രിക്ട്ലി ഫോർ അഡൽട്സ് ആണ് ഈ ഗ്ലിംസ്. കൊച്ചു പിള്ളേരൊന്നും കാണരുത്. മാറിയുന്നേക്ക്. ഇതെന്തോന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ സിനിമയുടെ ഡയറക്ടർ ആണെന്നറിയോ? ഗീതു മോഹൻദാസ് ആണ്. സ്ത്രീകളുടെ ഒരു വിൽപ്പന ചരക്കല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള വൃത്തികെട്ട കാഴ്ചകളൊക്കെ ഒരു മലയാള സിനിമയിൽ കാണിച്ചെന്ന് പറഞ്ഞ് ഫെമിനിസ്റ്റ് ഒരു കൂട്ടായ്മ മൊത്തം സംസാരിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. ഇപ്പൊ എന്തോന്ന് കാണിച്ചോണ്ടിരിക്കുക? ഇത് സെൻസറേ ഇല്ലാതെ ചുമ്മാ ഒരു ബിറ്റ് പടം ഓട്ടിച്ച് വിട്ടിച്ചിരിക്കുന്നു ഇതിൻ്റെ അകത്ത്. പൊട്ടുന്നൊക്കെ കൊള്ളാം കേട്ടാ. കാറിന്റെ അകത്തും പൊട്ടുന്നുണ്ട്, പുറത്തും പൊട്ടുന്നുണ്ട്. കേവിൻ പ്രൊഡക്ഷൻസ്. ഓ
என்ன സ്ക്രീൻ പ്രസൻസ് അവിടെ ഇருக்கு അല്ലേ? ആ ബീജിയമും രക്ഷയില്ല. രവി ബസ്രൂർ തന്നെയാണ് ബീജിയം ചെയ്യുന്നത്. ആ രാത്രി ആ ഒരു വലിയ വൈഡ് ആംഗിളിൽ അദ്ദേഹം നടന്നു വരുമ്പോഴും ആ ഒരു സ്ക്രീൻ പ്രസൻസ് കണ്ട, ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ. ഗീതു മോഹൻദാസ് എന്റെ ഒരു മോഡല് കാണും. ഹാപ്പി ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ. യാസ് என்ன லுக். Daddy's home. That's it. Toxicate in the world on 19/3/2026. Daddy's home. മൊത്തത്തിലെ ഗ്ലിംസ് ഒരു ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു നല്ലൊരു മാസീവ് ഗ്ലിംസ് തന്നെയാണ്. ബട്ട് ടു ബി ഓണസ്റ്റ്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ആ ഒരു കാറിൻ്റെ അകത്തുള്ള രംഗം കൂടെ ഇല്ലായിരുന്നെങ്കിലും പക്ക വെടിച്ചില്ല് സാധനമായിരുന്നെങ്കിൽ. ഇപ്പോഴും വെടിച്ചില്ല് സാധനം തന്നെയാണ്, വെടിച്ചില്ല് സാധനം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും കൂടെ ആ കാറിൻ്റെ അകത്തുള്ള ആ ഒരു ഇപ്പം ട്രെൻഡിങ് ആണല്ലോ, ആ ഒരു പ്ലഗ് സീനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും ഇവിടെ വരൂലായിരുന്നു. ആ അഡൽട്ട് സീനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും സാധനങ്ങളൊന്നും ഇവിടെ വരൂലായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു സീനെ ഒഴിച്ച് ബാക്കി അതായത് കാറിൽ നിന്ന് വന്ന് മരത്തിലിടിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ യാഷ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു എന്താ പറയുക, ഒരു റൊമാൻറ്റിഫിക്കേഷൻ വൈബ് ആ ഒരു സെറ്റായിരുന്നേനെ. ഇപ്പോഴും ആ ഒരു ഗ്ലിംസ് ഒരു സൂപ്പർ തന്നെയാണ്. എന്നിരുന്നാലും ആ ഒരു സീൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടെ കിട്ടിലൻ ട്രെയിലറായിരുന്നു ആ ഒരു ഗ്ലിംസ് ആയിരുന്നെങ്കിൽ. അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണെന്ന് തോന്നി. പക്ഷേ നിങ്ങൾ ഇത് കണ്ടിട്ട് തോന്നണം, ഇതിൽ റിട്ടൺ വരുന്നത് യാഷും ഗീതു മോഹൻദാസ് രണ്ടുപേരുണ്ട്. യാഷു ഇതിൽ കൈവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, എന്താണ് ഇത് കണ്ടപ്പോൾ ഒരു എന്താ പറയുക, ഒരു മെക്സിക്കൻ ഗാങ്സ്റ്റർ പടമൊക്കെ കണ്ട ഫീലാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു നല്ലൊരു വൺ ക്വാളിറ്റിയിൽ ആ ഒരു ഇംഗ്ലീഷ് ഹോളിവുഡ് പടങ്ങൾ പീക്ക് സ്റ്റഫ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇതിൽ നായികമാരായിട്ട് ഹുമ ഖുറേഷി, കിയാര അദ്വാന, നയൻതാര, പിന്നെ റുക്മിണി വസന്ത് എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഒരു സെയിം പാറ്റേൺ ഡ്രസ്സിലാണ് അവർ എല്ലാവരുടെയും ഫസ്റ്റ് ലുക്കൊക്കെ റിലീസ് ചെയ്തത്. അതായത് ഈ ലെഫ്റ്റ് ലെഗ് കാണിച്ചിട്ടുള്ള അങ്ങനത്തെ സെയിം പാറ്റേൺ. ഇനി എല്ലാവരും ഏജന്റ് ആണോ അല്ലെങ്കിൽ യാഷിനെ കൊല്ലാൻ വരുന്നതാണ്. മിക്കവാറും യാഷ് ഒരു അസുരനാണ്. ഇവർക്ക് ഈ എന്താ പറയുക, ഈ ഫെമിനിസ്റ്റ് ചർച്ചുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഫെമിനിസം പിടിച്ച ആൾക്കാരായിരിക്കും ഈ തോക്കും കൊണ്ട് നടക്കുന്ന ഈ സ്ത്രീ കഥാപാത്രങ്ങൾ. അങ്ങനെ എന്തോ ഒരു ക്ലാഷ് പോലത്തെ സംഭവം തന്നെ ആയിരിക്കും. അതിൽ കാണുമ്പോൾ തന്നെ അറിയാം യാഷ് എല്ലാവരും അടിച്ചമർത്തുന്ന ആൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഇതിന് മുമ്പ് ഇതേ ഗീതു മോഹൻദാസ് തന്നെ എനിക്ക് കസബ സിനിമയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ആ ഫെമിനിസം ഗ്രൂപ്പൊക്കെ ചേർന്ന് സ്ത്രീകൾ വിൽപ്പന ചരകല്ല, സ്ത്രീകളെ മാന്യമായിട്ട് സിനിമയിൽ കാണിക്കണം, സ്ത്രീകൾ അങ്ങനെ കാണിച്ചതാണെന്ന് പറഞ്ഞ് സംസാരിച്ചവരാണ്. ഇപ്പം അതേ ഡയറക്ടർ തന്നെ സ്ത്രീകളെ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ, എങ്ങനെയാണ് സ്ത്രീകളെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. ഇനി ചിലപ്പോൾ വേറെ സീനുകൾ സിനിമയിലുണ്ടായിരിക്കാം, പക്ഷേ ഈ സീനും സ്ത്രീകൾ തന്നെയാണ്. അതോ ഇനി കേരളത്തിൽ സിനിമ ഇറങ്ങുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ? കേരളത്തിന് പുറത്ത് സിനിമ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തെ ഒരു ഇൻഡസ്ട്രിയിൽ പോയി സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലെന്നാണോ പറയുന്നത്? എന്താണെന്ന് അറിഞ്ഞൂടാ. എന്നിരുന്നാലും ഹാപ്പി ബർത്ത്ഡേ യാഷ്. ഗ്ലിംസ് നന്നായിട്ടുണ്ട്. ബട്ട് ടു ബി ഓണസ്റ്റ്, ആ ഒരു കാറിലെ സീനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ തിയേറ്റർ വേറെ ആ ഒരു ഗ്ലിംസ് വേറെ ലെവൽ പീക്ക് ആയിട്ടാവുന്നതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷെ ഇപ്പോഴും അതിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. കിട്ടില്ല സാധനം തന്നെയാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു റിച്ച് ക്വാളിറ്റിയിൽ ആ ഫ്രെയിംസും വിഷ്വൽസും ഒക്കെ പക്ക ഒരു ഗാങ്സ്റ്റർ ഹോളിവുഡ് പടം കണ്ട ഫീല്. യാഷിൻ്റെ ആ സ്ക്രീൻ പ്രസൻസ് ഓറൊക്കെ ഒരു രക്ഷയില്ല. ഡാഡീസ് കമ്മിങ്, ഡാഡീസ് ഹോം അല്ലേ, ഡാഡീസ് ഹോം. അപ്പോൾ അത് യാഷിൻ്റെ ആ ഒരു പവർഫുൾ ഡയലോഗ്, ആ യാഷിൻ്റെ ഒരു ആ മാസ്, അത് ആ സിഗരറ്റും വലിച്ച് കുറച്ചുകൂടെ മെലിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹെയർ കട്ടും വെച്ച് എല്ലാം കൊള്ളാം. ശരീരമൊക്കെ നല്ല ഫിറ്റാക്കി വെച്ച് നല്ല മാസമായിട്ട് തന്നെ ഉണ്ട്. മൊത്തത്തിൽ തുടിക്കെ ബാക്കി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഗൈസ്.